നമസ്കാരം. തമിഴ്നാട്ടിലെ സുഖവാസ കേന്ദ്രങ്ങളിലൊന്നും പാവങ്ങളുടെ ഊട്ടി, മലകളുടെ റാണി എന്നെല്ലാം അറിയപ്പെടുന്നതുമായ ഏലഗിരി മലയെക്കുറിച്ചും അവിടെയുള്ള ശിവക്ഷേത്രത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு ഏലഗിരീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുപ്പത്തൂർ ജില്ലയിൽ ഏലഗിരിയിൽ മംഗളം പോകുന്ന വഴിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ ഏലഗിരീശ്വരർ എന്ന നാമത്തിൽ അനുഗ്രഹം ചൊരിയുന്നു. ഏലഗിരി ഊട്ടി പോലെ ബ്രഹ്മാണ്ഡമല്ലാത്ത പഴത്തോട്ടങ്ങളും സുഗന്ധവ്യഞ്ജന തോട്ടങ്ങളും നിറഞ്ഞ ഒരു ചെറിയ മലയാണ്. ഏലഗിരി എന്നത് 4 മലകളാൽ ചൂഴപ്പെട്ട സ്ഥലം. ഈ മലയിലേക്ക് കയറുവാൻ 14 ഹെയർപിൻ ബെൻഡുകൾ ഉണ്ട്. ഈ വളവുകൾക്കെല്ലാം പാവേന്തർ, ഭാരതിയാർ, തിരുവള്ളുവർ, ഇളങ്കോ, കമ്പർ, കപിലർ, ഔവയാർ, പാരി, കാരി, ഓരി, ആയി, അദ്യമാൻ, നല്ലി, ബേഗൻ എന്നിങ്ങനെ പൗരാണിക പ്രശസ്തരുടെ നാമം നൽകിയിട്ടുണ്ട്. 7ാമത്തെ വളവിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ സൗകര്യവുമുണ്ട്. ഏലഗിരിയിൽ ഏകദേശം 14 ഗ്രാമങ്ങളുണ്ടെന്നാണ് വിവരങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4630 അടി ഉയരത്തിലാണ് ഏലഗിരി. ഏലഗിരിയുടെ ശിഖരങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഭാഗം സ്വാമിമലയാണ്. ഏലഗിരിയുടെ മൊത്തം വിസ്തീർണം 30 ചതുരശ്ര കിലോമീറ്റർ. വേലൂർ, ചെന്നൈ, ജോലാർപേട്ടെ, വാണിയമ്പാടി, തിരുപ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് ബസ് സൗകര്യമുണ്ട്. ഏലമല, ഏലക്കുന്ന് എന്നിങ്ങനെയുള്ള നാമങ്ങളും ഏലഗിരിക്കുണ്ട്. ഈ മലയുടെ തൊട്ടടുത്തുള്ള മലയാണ് നവിരമല. പുങ്കന്നൂർ തടാകം, പക്ഷി സങ്കേതം, കല്യാണ വെങ്കടേശ്വര പെരുമാൾ കോവിൽ, നാച്ചിയമ്മൻ കോവിൽ, മോക്ഷ വിമോചന കോവിൽ, മഹാദേവ മലക്കോവിൽ, ജലകണ്ഠീശ്വര കോവിൽ എന്നിവയെല്ലാം ഏലഗിരിയിൽ പ്രശസ്തമാണ്. പല നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആദിവാസി ജനത ഈ മലയിൽ ജീവിച്ചു വരുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. 4000-ലധികം ആദിവാസികൾ ഈ മലയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഏലഗിരീശ്വരർ കോവിൽ കുറച്ചുകാലം മുമ്പ് നിർമ്മിക്കപ്പെട്ട കോവിലാണെന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ഈ ശിവൻകോവിലിന് പ്രത്യേകിച്ച് ഐതിഹ്യമോ ക്ഷേത്രവൃക്ഷമോ ക്ഷേത്രതീർത്ഥമോ ഒന്നുമില്ല. ഏലഗിരി മാർക്കറ്റിനടുത്തായാണ് ഏലഗിരീശ്വരർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് കയറുവാൻ കുറച്ച് പടികളുണ്ട്. ക്ഷേത്രമതിലിൽ മുഴുവനും ശിവലിംഗത്തിന്റെ ശില്പങ്ങൾ. വിശാലമായ ക്ഷേത്ര മുൻവശത്ത് ഒരു ഭാഗത്ത് ഒരു വലിയ പാറയ്ക്കുമേൽ നിർമ്മിച്ചിരിക്കുന്ന ശിവലിംഗത്തിന്റെ ഉള്ളിൽ ശിവപാർവതിമാരുടെ ശില്പങ്ങൾ. ക്ഷേത്ര മുൻവശത്തായി വലിയ ഇരട്ടെ നന്ദികൾ. ഒരു നന്ദി ശ്രീകോവിലിന് നേരെയും വേറെ നന്ദി ശിവലിംഗത്തിലെ ശിവപാർവതിമാരുടെ നേരെയും തിരിഞ്ഞിരിക്കുന്നു. ഈ നന്ദി ക്ഷേത്രത്തിന് മുന്നിലുള്ള കിഴക്ക് ഭാഗത്തുള്ള മലയിലെ സ്വയംഭൂ ശിവലിംഗത്തെ നോക്കിയാണ് ഇരിക്കുന്നതെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വിശാലമായ മുറ്റത്തിന്റെ വേറൊരു ഭാഗത്ത് പാറപ്പുറത്ത് 18 സിദ്ധന്മാരും തപസ് ചെയ്യുന്ന ശില്പങ്ങളുണ്ട്. കമ്പിവേലിയിട്ട് സംരക്ഷിച്ചിരിക്കുന്ന ആ ഭാഗം കൈലാസ കാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. കൊടിമരം, ബലിപീഠം, നന്ദി ഭഗവാനെയും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ഇടതുഭാഗത്തായി വരസിദ്ധി വിനായകർ സന്നിധി. പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള മനോഹരമായ ഗർഭഗൃഹത്തിൽ ദ്വാരപാലകർ കാവൽ നിൽക്കെ ശ്രീപരമേശ്വരൻ ഏലഗിരീശ്വരർ എന്ന നാമത്തിൽ ശിവലിംഗ തിരുമേനിയായി അനുഗ്രഹം ചൊരിയുന്നു. സന്നിധിക്കുള്ളിൽ തന്നെ ശിവലിംഗത്തിന്റെ പിൻവശത്തുള്ള ചുവരിൽ പാർവതി പരമശിവന്മാരുടെ സുധാശില്പവുമുണ്ട്. ക്ഷേത്രത്തിൽ വലതുവശത്തായി പ്രത്യേകം സന്നിധിയിൽ ശ്രീമുരുകൻ വള്ളിദേവയാനി സമേതനായി നിലകൊള്ളുന്നു. ശിവരാത്രി, വിനായക ചതുർത്ഥി, കന്തഷഷ്ടി, അമാവാസി, പ്രദോഷം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും 2 മണി മുതൽ രാത്രി 8 മണി വരെയും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുപ്പത്തൂരിൽ നിന്ന് 28 കിലോമീറ്റർ, ഏലഗിരി മാർക്കറ്റിൽ നിന്നും 3 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ജോലാർപേട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.